അവിടുത്തെ മുനമ്പത്തെ ആൾക്കാർ ഇന്നലെ ലോക്സഭയിൽ തന്നെ പാസ്സായി കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു ആഹ്ലാദ പ്രകടനമുണ്ട്. അത് പ്രേക്ഷകരെ ഒന്ന് കാണട്ടെ, മനസ്സിലാവുന്നുണ്ടോ? ഈ ഹൈബി ഈഡൻ എന്ന് പറയുന്ന ആള് ഇന്നലെ അവിടെ ചർച്ച ചെയ്തപ്പോൾ പ്രധാനമായിട്ട് അവിടെ ചർച്ച ചെയ്യാൻ ശ്രമിച്ച കാര്യം എന്ന് പറഞ്ഞാൽ മുനമ്പത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിഷയമാണ് കേട്ടോ. അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള പ്രശ്നം അത് ഉണ്ടാക്കുന്ന, അല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇല്ല. നോട്ടീസ് കൊടുത്തിട്ടില്ല, 600 കുടുംബങ്ങൾ അവിടുന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടില്ല, വഖഫ് ബോർഡ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ ഒരു സംസാരം ഇന്നലെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടോക്കിനകത്ത് പറഞ്ഞല്ലോ, KCBC അല്ല ഏത് SUCBC ആയാലും അവര് പറഞ്ഞാലൊന്നും ഇവര് കേൾക്കത്തില്ല. ഈ മുനമ്പത്തെ നിവാസികളുടെ കൂടെ പോയിരുന്ന് ആ മനുഷ്യരുടെ അടുത്ത് പറഞ്ഞ് ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് അവരെ പറ്റിക്കാൻ ശ്രമിച്ചപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ആയതുകൊണ്ട് ഇതുവരെ പറ്റിച്ച് അല്ലെങ്കിൽ ഇത്രയും നാള് പറ്റിച്ച് അവരുടെ വോട്ട് മേടിച്ചതുപോലെ ഈ മുനമ്പം വിഷയത്തിനകത്തും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നാൽ അവർ വിശ്വസിച്ചോളും എന്നുള്ള ഒരു രീതിയായിരുന്നു ഹൈബിയുടെ. അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അവര് മത്സ്യത്തൊഴിലാളികളാ, അവരുടെ വസ്തുവിനകത്ത് എന്തുകൊണ്ട് അവർക്ക് സ്വതന്ത്രമായ അല്ലെങ്കിൽ ക്രയവിക്രയം നടത്താൻ ഒക്കാത്തതെന്ന് ചോദിച്ച് ഒരു 5 കൊല്ലം അലഞ്ഞു തിരിഞ്ഞപ്പോൾ 5 കൊല്ലവും ആരും മൈൻഡ് ചെയ്യാനില്ലായിരുന്നു. മൈൻഡ് ചെയ്യാനും മീഡിയയുടെ ഫ്രണ്ടിലും ഒക്കെ വന്നത് ഈ പറയുന്ന സുരേഷ് ഗോപി അവിടെ ചെന്നപ്പോഴാ. അതിനു മുമ്പ് നിങ്ങളെയൊക്കെ സ്വാധീനിച്ചതുപോലെ നിങ്ങൾക്ക് ചിമ്പിടി തരുന്ന ആൾക്കാരെ തന്നെ ഈ പത്രക്കാർക്ക് കൊടുത്തിട്ട് ഇത് മറച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അവിടെ ചെന്ന് സുരേഷ് ഗോപി ചെന്നു. അന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഇതും കൊണ്ടേ ഞാൻ വരത്തുള്ളൂ. വന്നല്ലോ ഇന്നലെ ഹൈബിയുടെ ഈ മുനമ്പങ്കാരുടെ വിഷയം സംസാരിക്കേണ്ട സമയത്ത്, മുനമ്പങ്കാരുടെ വിഷയം ചർച്ച ചെയ്ത സമയത്ത് ഹൈബിയുടെ ഇന്നലെയും ഈ വാചകമാണല്ലോ പറഞ്ഞത്. അയ്യോ അവിടെ ഹിന്ദുക്കളുടെയും മുസ്ലിമിന്റെയും കൂടെ കാര്യം, അല്ലെങ്കിൽ അവരെ കുഴപ്പമുണ്ടാക്കുന്നതിന് വേണ്ടിയാ. മുനമ്പത്തെ പള്ളി കണ്ടോ, അത് പൊളിഞ്ഞു കിടക്കുന്നു. അവിടുത്തെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ സമയത്ത് ഈ മുനമ്പുമായിട്ട് ചെന്ന് സുരേഷ് ഗോപിയുടെ മണ്ഡലത്തിൽ ചെന്നപ്പോ അവിടുത്തെ ക്രിസ്ത്യാനി പറഞ്ഞാൽ മുനമ്പം 3000 കിലോമീറ്റർ ദൂരെയാണ്, നീ മുനമ്പത്ത് പോയി നിന്റെ കാര്യം നോക്കി, ഞങ്ങൾ ഇവിടുത്തെ കാര്യം നോക്കിയാൽ. ഇത് തന്നെയാ ഇന്നലെ അവിടെ സംഭവിച്ചേക്കുന്നേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.